ഹലോ വെൽക്കം ടു ഇന്നാണെങ്കിൽ നമ്മള് വലിയ യുദ്ധത്തിന് വേണ്ടി പോവാ. സംഭവം എന്താ വെച്ചാൽ ഇന്നുണ്ട് എക്സാം. ഇന്നാണ് നമ്മളെ മെയിൻ ആയുധം പുറത്ത്. ഈ ഹാൾ ടിക്കറ്റിന് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലൊരു സുന്ദരന്റെ ഫോട്ടോ. എന്തായാലും ആ യുദ്ധം വലിയ കുഴപ്പമില്ല. അങ്ങനെ അവിടുന്ന് പോന്നപ്പോഴാണ് ഈ ചങ്ങനെ അങ്ങനെ നേരെ ഓനിക്കുട്ടി പള്ളി പോയി. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഓരോ മൂലക്ക് ഓരോന്ന് കിടക്കും. അങ്ങനെ വേഗം പോയി നിസ്കരിച്ചാണ്ട് നമ്മള് കുറച്ചേരം വാങ്ങി അതിൽ ഇറങ്ങിച്ചപ്പോഴാണ് ഈ ഒരു കാഴ്ച. ഞമ്മക്കും വേണ്ടി എസ്കോർട്ടിന് പോലീസുകാർ എന്താ ചെയ്യാ. എന്നാലും ഇപ്പൊ എങ്ങനെ എന്തായാലും അവിടുന്ന് പോകുന്നുണ്ടോ. ഒന്നാണെങ്കിൽ ഭയങ്കര ക്ഷീണമുണ്ടായി. അതിലാണ് നമ്മൾ ഷാമിലുവാക്ക് നനക്കല്ല കണ്ടന്റ് വേണ്ടി എന്നാ പോരുകയാണുണ്ട്. എന്തായാലും ആ വർക്ക് പിരാന്തിൽ ഇങ്ങനെ പോകണ്ട എവിടുക്കാന്നില്ല കേട്ടോ. അങ്ങനെ എത്തിയ നിലമ്പൂര. ഇവനാണെങ്കിലോ ബക്കറ്റ് വന്ന് കജ്ജെടുക്കില്ല. മറ്റൊരാണെങ്കിലോ നിലത്ത് കിട്ടാ പൊട്ട് വെച്ചാണ്ട് എറിയാനൊക്കെ. മോനാണെങ്കിൽ ആ ചെറിയ കുട്ടികളെ ചെരുപ്പ് നോക്കാനൊക്കെ ആയിട്ട് ഇതിന്റെ നാട്ടിലൊക്കെ പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പുറത്തെ ഈ മോയത്തിന്റെ തലിയൊന്നാണ്ട് എന്തൊക്കെയോ കാണും. ഇവനാണെങ്കിൽ ആ ട്രൗസറിന്റെ ചെറുക്കൊക്കെ നോക്കിയാണ് ഇത് പെട്ട അങ്ങനെ ഉണ്ടാവുന്ന ആലോചിച്ച് ഇങ്ങനെ അങ്ങനെ നേരെ അവിടുന്ന് പോകുന്നു. അതിലാണെങ്കിൽ അവിടെ ഒടുക്കത്തെ ബ്ലോക്ക്. അവിടെ അങ്ങനെ കുറച്ചു പോസ്റ്റ് ആയി നേരെ ജാം ജൂം പോയി. എന്തിനാ പെട്രോൾ അങ്ങാനോ അല്ല പൊട്ട സാധനമാണ്. അങ്ങനെ നമുക്ക് മോന്റെ മുകളിലത്തെ ഫ്ലോർ കാട്ടോ. ലിഫ്റ്റ് നമ്മള് മുമ്പിൽ കണ്ടാകുമ്പോ അതിൽ കയറാക്കണ മോശല്ലേ മോശാണ്. അങ്ങനെ മേലെ എത്തിയപ്പോഴാണ് കൂളിംഗ് ഗ്ലാസിന്റെ സെക്ഷൻ കണ്ടോ. അതിന് പിന്നെ ഒന്നും നോക്കിയില്ല. ഓരോന്നോരോന്നും ഇങ്ങനെ ഇട്ടു തുടങ്ങിട്ടോ. അതിലെന്തായാലും ഞാനൊന്ന് ജസ്റ്റ് ഇട്ടു ആയിഷ് എന്താ അങ്ങനെ എന്തായാലും നോക്കിയതല്ല. അങ്ങനെ ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടോ. അങ്ങനെ അവിടുന്ന് വാങ്ങാനല്ല വാങ്ങിയിട്ട് നേരെ നോക്കണ്ട കുട്ട ഞാൻ എന്നെ കണ്ണട അങ്ങനെ നമ്മള് അർഷകൂട്ടനോട് ബൈ ബൈ പറഞ്ഞിട്ട് നേരെ പരി. വേറെപ്പോ എന്താ വേറെപ്പോ ഒന്നുമില്ലല്ലേ. എന്താ പിന്നെ അടുത്ത് കാണാൻ.